ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ കൂടുതലും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. അത് വേണം വെച്ച് ചെയ്യുന്നല്ല കേട്ടോ, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് വേറൊരു പ്രശ്നം. പക്ഷെ എന്നാലും നമുക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാം. കുറേ പേര് റിക്വസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് പറയാം. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പം എന്നാൽ പിന്നെ ചെയ്യാമല്ലോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ പോരെ. അപ്പോൾ എന്തായാലും ഇപ്പം സമയം 1 മണിയായിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. ഞാൻ എണീറ്റിട്ട് കുറച്ചധികം നേരമായി, 12:30ക്കാണ് ഞാൻ ഇന്ന് എണീറ്റത്. കാരണം ഇന്നലെ നല്ല ലേറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് 2 സിനിമ കണ്ടിട്ടാണ് കിടന്നത്. മിസ്റ്റർ ബട്ട്ലറും ക്ലാസ്മേറ്റ്സും. മിസ്റ്റർ ബട്ട്ലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ്മേറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഫുൾ കഥയും അറിയാം. എന്നാലും നഴ്സും നീലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വെറുതെ കാണാമെന്ന് വിചാരിച്ചു. ടി വിയിൽ നല്ല അടിപൊളി ഗ്ലിച്ചായതുകൊണ്ട് പിന്നെ ഞങ്ങൾ മിസ്റ്റർ ബട്ട്ലർ ടി വിയിൽ കണ്ടു, മറ്റേത് ഫോണിലായിരുന്നു കണ്ടത് കേട്ടോ. അത്ര അടിപൊളി ഗ്ലിച്ചാണ്. ഗ്ലിച്ച് എഫക്റ്റ് ഭയങ്കര എഫക്റ്റ് ആയതുകൊണ്ട് പിന്നെ മര്യാദയ്ക്ക് സിനിമ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെടുത്ത് മാറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേ തുടങ്ങാം. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന അമ്മ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ പവർ സൂപ്പറായി വരുന്നുണ്ട്. അതായത് എനിക്ക് മുമ്പ് ടി വി ഒക്കെ കാണാൻ ക്ലിയർ ആയിരുന്നു, ഇപ്പോൾ ടി വി കുറച്ച് ബ്ലർ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വേഗം കല്ലടയണു കാണിക്കുന്നതല്ലേ നല്ലത്. പിന്നെ എനിക്ക് 2 വീഡിയോ എടുക്കാനുണ്ടെന്ന്. പിന്നെ എനിക്ക് റീൽസ് എടുക്കണമെന്നുണ്ട്. വെക്കേഷനായിട്ട് റീൽസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ ഒരു ഡ്രസ്സ് ഷേപ്പാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ട് എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ആ ഡ്രസ്സ് കിട്ടും. അപ്പം നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ഫുഡ് ഞെറിച്ച് വാരി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, എനിക്ക് അവിടെ പോയി എടുക്കാൻ മടിയായതുകൊണ്ട് വെക്കാത്ത, അതുകൊണ്ട് സൗണ്ട് കുറവാകും. അവളെ എനിക്ക് ചോറ് വാരി തന്നു. എൻ്റെ അനിയത്തി ഭയങ്കര സ്നേഹമുള്ളതാണ്. എനിക്കും ചോറ് വാരി തന്നു, അമ്മയ്ക്കും ചോറ് വാരി കൊടുത്തു. ഗൈസ്, നമുക്ക് മൈക്ക് ഒട്ടിക്കാം, മൈക്ക് കണക്ട് ചെയ്യാം. വെക്കിട്ടോ, ആരോ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മൈക്ക് ഈസ് കണക്റ്റഡ്. ഞാൻ നോക്കാം ആരാണെന്ന്. ഓക്കെ, നീലുവിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തല്ലോ അച്ഛനായിരുന്നു. തരൂ ഗൈസ്, അച്ഛൻ വിത്ത് ലേസല്ല മാക്സിവീറ്റ ആണോ അത്? മാക്സിവീറ്റ ആയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കത് അടിയിലായിട്ട് കഴിക്കാം. ഞാൻ മുടിയൊന്ന് ശരിയാക്കട്ടെ കേട്ടോ. ഇതൊന്ന് ക്ലിപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തെങ്കിലും കഴിക്കാം. അവളെ എണീറ്റ് പോയി. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ASMR ആണ്. നിങ്ങൾ മാക്സിവീറ്റ് അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ ഈ മൈക്ക് പിടിച്ചടക്കുന്ന ഷോഫിനല്ല, ഞാൻ ഇവിടെ കുത്തി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ സൗണ്ട് കുറവ്. പിന്നെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പിടിച്ച് സംസാരിക്കാൻ രസമല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പണികളെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ നടക്കുമോ എന്തോ. പിന്നെ ഞങ്ങൾ ടി വിയിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ പാട്ട് വയ്ക്കുമ്പോൾ അടുത്തടുത്തതായിട്ട് ഓരോന്ന് വരുമല്ലോ. അപ്പോൾ പണ്ടത്തെ കുറേ പാട്ടുകളും ബാഹുബലിത്തെ പാട്ടുകളൊക്കെ വന്നു. പിന്നെ ഞാൻ 2-3 കമൻറ്റ് കണ്ടു, ഗ്ലിച്ചുള്ള ടി വിയിൽ അങ്ങനെ നോക്കിയിരിക്കേണ്ട, കണ്ണിന് പ്രശ്നമാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ എടുത്ത് തന്നെ ശരിയാക്കാൻ കൊടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അധികം നോക്കിയിരിക്കുന്നൊന്നുമില്ല, പാട്ടൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അതാണ് ടി വിയിൽ വേറെ ഒന്നും വെക്കാത്തത്. പാട്ടൊക്കെ വളരെ റെയറായിട്ടാണ് വെക്കാറ്, അതാണ് പാട്ട് വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഒരു കൊറിയർ വന്നു, മീഷോന്ന് ഓർഡർ ചെയ്തത്. സാധനം എന്തായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ ഇവരോട് പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം ഒരു വാൾപേപ്പറായിരുന്നു, വാൾ സ്റ്റിക്കറില്ലേ, നമ്മുടെ ഞാനൊരു ബ്രിക്കിൻ്റെ എഫക്റ്റുള്ളൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പീസിൻ്റെ ആണത്.
വൈറ്റ് കളറാണ്. അതിന് 300 സംതിങ് ആണ് ആയത്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ക്രാഫ്റ്റൊക്കെ ചെയ്ത് തരുന്ന സമയത്ത് എവിടെ കണ്ടാലും എനിക്ക് പെയിൻറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്നാൽ ചിലതൊന്നും ഒരു ഭംഗിയില്ലാണ്ടാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഭയങ്കര കൊളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവരുടെ 2 പേരുടെ റൂമുകളിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ അടിക്കും. വേണ്ടിയിരുന്നില്ല, വെറുതെ റൂം കൊളാക്കി, എൻ്റെ റൂം മാത്രം കൊളാക്കിയാൽ മതിയായിരുന്നു തോന്നും. അപ്പം നീലുണ്ട് റൂമിൽ എന്നാൽ അവൾ ആ സ്റ്റഡി കോർണർ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടത്. അപ്പോൾ എനിക്ക് കാണാണ്ടോ നോക്കിയതിൽ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ സാധനങ്ങൾ ഞാൻ ഈ മൈക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടിട്ടാണ് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത്. എല്ലായിടത്തും ഞാൻ ഓൺ വോയിസ് ഇടില്ല ഗൈസ്, കുറേ സ്ഥലത്ത് ഞാൻ വോയിസ് ഓവറാണ് ചെയ്യാം. ഇവിടെ ക്ലീനിങ് ഇവരാണ്, സെറ്റിങ് ഞങ്ങളാണ്. ഗൈസ് നമ്മളിത് ഒരു ഇതിനെന്താ പറയാ, ശവന്നാറിയാ. അപ്പൊ ഈ ഒരു പൂവാണ് നമ്മൾ ഇവിടെ ആദ്യം വെക്കാൻ പോകുന്നത് ഗൈസ്. ചെയ്തോളൂ. എന്തൊരു ഓട്ട ഇവിടെ. ഇതൊക്കെ ശരിക്കും നോക്കിയാ മതിയായിരുന്നു. ഇണക്കാം. മുഖത്ത് തട്ടല്ലേ കേട്ടോ. ആ ഓക്കേടാ. അപ്പോൾ ഗൈസ് ഇനി നിങ്ങൾ പെടാൻ പോവാണ്. സംസാരിച്ചു. അപ്പോൾ ഗൈസ് ചേച്ചി ഓക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടെ മൊത്തം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട ഇവിടൊക്കെ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടൊക്കെ ചെടികൾ വെക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ ചട്ടികളൊക്കെ ഇല്ലേ, അതിലൊക്കെ നമ്മൾ ചെടി വെക്കുന്നതാണ്. ഈ ബോഗൺവില്ല എവിടെ വെക്കണമെന്ന് നമുക്കൊരു പിടുത്തല്ല. ഇവിടെ വെക്കണോ അത് ഇതിൻ്റെ ഉള്ളിൽ വെക്കണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇവിടെ കാഴ്ചകൾ. നെറുസപ്പുറത്ത് ഇതേ കുപ്പിപ്പാട്ട പറക്കുന്നുണ്ട്. നെറുസപ്പുറത്ത് മണ്ണ് പറക്കട്ടോ ഗൈസ്. അപ്പം മേലെയാണ് മണ്ണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അവിടുന്ന് മണ്ണ് ഗൈസ് ഞാനെന്തെങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം അതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ഇഷ്ടമാണത്. നെറുസപ്പുറത്ത് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, കണ്ടില്ലേ ആ മണ്ണ് മേലെ അവിടെ വെച്ചിട്ട്. എന്താ അത്, നീ കളിക്കണം അതുകൊണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നഴ്സും നീലും പോയിട്ടോ, അവരടുത്ത വീട്ടിൽ കളിക്കാൻ പോയി. അപ്പോഴേക്കും ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അവിടെ ചെടിയൊക്കെ വെക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷേ ഫ്രണ്ടിലുള്ള പുല്ലൊക്കെ പറിച്ചെടുക്കുകയെന്ന് വെച്ചാൽ എളുപ്പമുള്ള പണി ആയിരുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ കുറച്ച് നേരം കുമ്പിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പം തണ്ടൽ വേദന വരും. എന്തേ പ്രായത്തിലൊന്നും എനിക്കറിയില്ല, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ സംശയമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ വേഗം തണ്ടൽ വേദന വരും. അപ്പോൾ എനിക്കും അങ്ങനെ ഒരുപാട് നേരം കുമ്പിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പ്രശ്നമാണ്. അപ്പം ഞാനിങ്ങനെ പതുക്കെ അടിച്ചു വരുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ചെറുതായിട്ട് തണ്ടൽ വേദന വന്ന് തുടങ്ങി. ഞാൻ പിന്നെ അതിനെ വല്ലാണ്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. നമ്മൾ വല്ലാണ്ട് അയ്യോ വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവർ വേഗം കൂടുക. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വേർത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ കുളിക്കാതിരുന്നത്, കാരണം കുളിച്ചാൽ വീണ്ടും എനിക്ക് കുളിക്കേണ്ടി വരും. ഞാൻ ചെടി നടലൊക്കെ കഴിഞ്ഞ് വേഗം പോയി ഒന്ന് കുളിച്ചു, തലയൊക്കെ നനച്ച് കുളിച്ചു കേട്ടോ. വൈകുന്നേരം ആയാലും ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തലയൊക്കെ നനച്ചില്ലെങ്കിൽ എന്തോ മാതിരി. അപ്പം ഞാൻ തലയൊക്കെ നനച്ച് കുളിച്ചു. ഇനി ഞങ്ങൾക്ക് ഒന്ന് സ്റ്റുഡിയോ വരെ പോകാനുണ്ട്, ഒരു ഫ്രെയിം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് കാണാം. അപ്പം ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി ഒരു ലിപ്സ്റ്റിക്ക് കൊടുത്തിട്ട് മുടിയും കെട്ടിയിട്ട് പോയി. ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ മുഖം എന്തോ ചത്ത ഫീലാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് ഉണരും. അപ്പോൾ എന്തായാലും ഞാൻ അമ്മയും കൂടെ ചാവക്കാടുള്ള സാംകോസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു ഫ്രെയിം വാങ്ങാനുണ്ടായിരുന്നു, കുറച്ചിങ്ങനെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിം. എനിക്കല്ല കേട്ടോ, അതെന്തിനാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. എൻ്റെ ഉണ്ണികൾക്കുള്ളതാണ്, അത് സർപ്രൈസ് പൊളിയും, അതുകൊണ്ട് പിന്നെ ഞാൻ പറയാത്തത്. പിന്നെ വീട്ടിൽ വന്ന് രാത്രിയായപ്പോൾ ഞാൻ ആ വാൾപേപ്പർ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു കോർണർ തന്നെയാണ് വൃത്തിയാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് അതുപോലെ തന്നെ നല്ലപോലെ സെറ്റ് ചെയ്യാൻ പറ്റി. ഇനിയും ഇതുപോലത്തെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ട് ആ മരം കാണാൻ പറ്റുന്നുണ്ട്. ഇനി പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വൃത്തിയുണ്ട് കേട്ടോ. നീല് വെറുതെ ID കാർഡൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് അതെടുത്ത് മാറ്റിക്കോ, അത് കഴിഞ്ഞത് 6-ലെത്തെയാണ്. പക്ഷേ പുള്ളിക്ക് അവിടെ തൂക്കിയിടാനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയായപ്പോൾ ഫുഡ് കഴിച്ചു, ചോറും പിന്നെ
പച്ചപ്പയറല്ലേ അത്, പച്ചപ്പയർ ഉപ്പേരിയാ തോന്നുന്നു. പിന്നെ അച്ചാർ എനിക്കിഷ്ടമാണ്. അതിപ്പോൾ എന്തില്ലെങ്കിലും ഞാൻ അച്ചാറും പപ്പടും കൂട്ടി കഴിക്കും, എനിക്കിഷ്ടമാണ് അങ്ങനെ. പക്ഷെ ഓവറായിട്ട് അച്ചാർ കഴിക്കാറില്ല കേട്ടോ, അത് കഴിക്കാൻ പാടില്ല അങ്ങനെ. അപ്പം അതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ നല്ലൊരു ദുഃഖം ഉണ്ടായിരുന്നു. പപ്പടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നഴ്സ് നീലെടുത്തു, അപ്പം അത് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു ദുഃഖം എൻ്റെ മുഖത്ത് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഒറ്റൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഉദ്ദേശിച്ച് ഞാൻ അത് 2 ദിവസത്തേക്കാക്കി മാറ്റി. അത് ലാസ്റ്റ് ആകുമ്പോൾ വഴിയേ അറിയാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ടൈം ലാപ്സിലൊക്കെ ഇട്ട് വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഔട്ട്രോ പോലും ഒന്നും എടുത്തില്ല. യൂഷ്വലി രാത്രിയാകുമ്പോൾ ഔട്ട്രോ പോലെ എടുക്കാറില്ല, കുറച്ച് ക്ലിപ്പ് പോലെ എടുക്കും, അവിടെ വോയിസ് ഓവർ ചെയ്യാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസമായപ്പോൾ എന്നാൽ ഒരു ദിവസത്തെയും കൂടെ കണ്ടിന്യൂ ചെയ്തെടുക്കാമെന്ന്. അങ്ങനെയാണ് 2 ദിവസത്തെ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതേ നെർസിൻ്റെ മുടി ഞാൻ മെടഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി മെടയാനൊക്കെ. അത് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നെർസ് എനിക്ക് മുടി കൂടെ തന്നിട്ടുണ്ടായിരുന്നു മെടഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. എൻ്റെ മുടി അവളാണ് എനിക്ക് മെടഞ്ഞിട്ട് തരാറ്. എൻ്റെ സ്റ്റെപ്പ് കിട്ടിയതായതുകൊണ്ട് ഇങ്ങനെ കുറേ വാലുകൾ മെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് വരും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ഇന്നലെയാണ് നമ്മുടെ ശരിക്കും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്തത്. ഇത് പിറ്റേ ദിവസമാണ്. ഇന്നലെ രാത്രിത്തെ കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം മറക്കും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഔട്ടർ ഉണ്ടാവുക. എന്നാൽ പിന്നെ ഇത് നമുക്ക് മിക്സ് ആക്കിയിട്ടൊരു 2 day വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2 day ഇൻ മൈ ലൈഫ് ആക്കാം, 2 ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കഴിഞ്ഞ ഇന്നലെ അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും പുറത്തും കൂടെ പോകുന്ന സ്ഥിതിക്ക് അത് ആഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഞാൻ അത് രാവിലെ കുളിച്ചു കേട്ടോ. രാവിലെ അല്ല, ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. 2:30ക്കല്ല, ഞങ്ങളിന്ന് നേരത്തെ എണീറ്റു. പതിവിൽ നിന്ന് നേരത്തെ എനിക്ക് 11 മണിക്ക് എണീറ്റു. അപ്പോൾ ഇപ്പം 2:30 ഇപ്പോഴാണ് ഞാൻ കുളിച്ചത്. തല നനച്ചിട്ടില്ല, കാരണം ഞങ്ങളിത് പുറത്ത് പോകുന്നുണ്ട്. ഇന്ന് എമ്പുരാൻ റിലീസാണ്. ഇന്ന് എമ്പുരാൻ റിലീസാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകാം. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര മണിയുടെ ഷോ ആണെന്ന് എനിക്ക് ഉറപ്പില്ല, 4 മണിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും റെഡി ആവണം. അപ്പോൾ തല നനച്ചാൽ മുടിയൊന്നും ഉണങ്ങില്ല, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ തല നനയ്ക്കാതെ ഇരുന്നത്. കുളിച്ചിട്ടും ചൂടൊന്നും മാറുന്നില്ല, ഫാൻ്റെ അടിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി റെഡി ആവട്ടെ. ജയശ്രീയിലാണ് പോകുന്നത്, ഗുരുവായൂർ. ജയശ്രീ ഉണ്ടല്ലോ, ജയശ്രീയിലാണ് പോകുന്നത്. ബാൽക്കണിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും. അവിടുത്തെ ബാൽക്കണി ഭയങ്കര തണുപ്പുണ്ടാവാറുണ്ട്. അപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടിട്ട് പോകണം. അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വാഫിൾ സ്ട്രീറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. ഉറപ്പില്ല, ചിലപ്പോൾ പോവും. ഗുരുവായൂർ തന്നെ വാഫിൾ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ അവിടേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് റെഡി ആവാം. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് മീ. ഷോർട്ടായിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഇതിലാണ്. ഏതായാലും ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ ഫുൾ റെഡി ആവൽ കഴിഞ്ഞു. ഞാൻ യൂഷ്വലി ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് മുടി തീരെ കെട്ടാറില്ല പുറത്ത് പോകുമ്പോൾ. വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വെറുതെ കെട്ടുമെന്നല്ലാതെ. അപ്പോൾ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളെല്ലാ ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്യണ്ടേ, അതുകൊണ്ട് അങ്ങനെ കെട്ടിയതാണ്. എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ചട്ടി കമത്തി വെച്ച മറ്റേ പോത്ത് നക്കിയ പോലെ ഉണ്ട് തല. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഗൈസ്? ഞാനത് സ്കൂൾ ട്രിപ്പിന് ഇട്ട ഡ്രസ്സാണ്. പാൻറ് ഒരു വൈറ്റ്, ഒരു സ്വെറ്റ് ഷർട്ട് പോലത്തെ ഒരു സാധനമാണ്. ഭയങ്കര ചൂടെടുക്കുമ്പോൾ കയ്യിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. അത് ഈ മെറ്റീരിയലിൻ്റെ ആണ്, ഇങ്ങനെ ചെറിയൊരു കുത്തൽ പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പൊട്ടി ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഫൈനലി ഒരു കുത്ത് ഞാൻ കൊണ്ടിട്ടു അവിടെ. എനിക്ക് എന്തോ അങ്ങനെ മൊത്തത്തിൽ ഒഴിഞ്ഞെടുക്കുന്ന പോലെ. ഞാൻ വലിയ പൊട്ടിട്ടപ്പോൾ ഒരു ഭംഗിയില്ല, അപ്പോൾ ഞാനത് മാറ്റിയത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇറങ്ങുമ്പോൾ കാണാം കേട്ടോ. ഗൈസ്, ഞാനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ മറന്നു. ഞാൻ സ്പ്രേ അടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര അത് വേണ്ട, ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ സ്പ്രേയും രണ്ടെണ്ണം കൂടെ മിക്സ്ഡ് ആണ്. ഈ സ്പ്രേ ഷുഗർ പിങ്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഇത്. മറ്റേ എനിക്ക് ആദ്യമായിട്ടാരാ അമ്മാമ എന്തോ കൊടുന്നപ്പോൾ, അമ്മാമയാണ് ആദ്യമായിട്ട് കൊടുന്നത്. അപ്പോഴാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാനല്ല, നെർസിന് കിട്ടിയതായിരുന്നു ഇത്. അല്ല, പാപ്പൻ കൊടുന്നായിരുന്നു. നെർസായിരുന്നു ഇത് ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ എനിക്ക് ജസ്റ്റ് ട്രൈ ഒരു ദിവസം ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ലോങ് ലാസ്റ്റിങ്. അപ്പം ഞാൻ പകരം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പം പകരം ഞാൻ ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ ഇതെടുത്തു. എനിക്ക് പാപ്പൻ തന്നെ ഞാൻ അവൾക്ക് കൊടുത്തു. ഒരു ലാവൻഡറിൻ്റെ ഇല്ല അന്ന്, അതെനിക്ക് അത്ര ലോങ് ലാസ്റ്റിങ് അറിഞ്ഞില്ല, അപ്പം ഞാൻ അത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് അവളുടെ ഇത് വാങ്ങി. അങ്ങനെയാണ് ഗൈസ് ഇത് എൻ്റെ ഫേവറേറ്റ് ആയത്. ഇത് നെർസിൻ്റെയാണ്. ഇത് ബെല്ലയോ ഇത്രേ ഉള്ളൂ.
ഞാൻ ബെല്ല വീറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യം ഇത് മാത്രമാണ് അടിച്ചായിരുന്നത്, പിന്നെ ഇപ്പം ഇതും 2 in 1 ആക്കിയിട്ടാണ് അടിക്കാറ്. അപ്പോൾ നമുക്ക് ആണ് ഞാനൊന്ന് കംഫർട്ടബിൾ ആയത്. കാരണം ഈ സാധനം ഇങ്ങനെ ക്ലിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലിപ്പ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഓക്കെ, നല്ല 2 രീതിയിൽ ഇത് ഒട്ടിക്കാം. മൈക്ക് വെച്ച ശേഷം വ്ളോഗ് എടുക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണിപ്പോൾ. എനിക്ക് എന്താണെന്നറിയില്ല. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിങ്ങനെ വേർത്ത് വെള്ളമാവും. അമ്മയെ തോന്നുന്നു വരുന്നു. അമ്മയാണ്, നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കാൻ മറന്നു, എൻ്റെ സ്പെക്സ്. ഇതില്ലെങ്കിൽ എനിക്ക് ഫുൾ മൂവി ബ്ലറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ സിനിമ കാണാൻ പോകുമ്പോൾ ഇത് വെക്കാറുണ്ട് കേട്ടോ. ഇത് വന്നതിന് ശേഷം അമ്മയാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ അമ്മയുടെ ബാഗിൽ വെക്കാം. അമ്മയുടെ ബാഗ് നിറഞ്ഞ് ഒരു വിധമാവും. നമ്മൾ വിചാരിക്കും ഒരു ഗ്ലാസ് വെച്ചുകൊണ്ട് അമ്മയുടെ ബാഗ് നിറയുന്നതല്ല. ബണ്ണുണ്ടാവും, പിന്നെ വെള്ളം കുപ്പി ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാഗ് നിറഞ്ഞിട്ടേ ഇരിക്കാം. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെച്ച പ്ലാൻസ് ഇതാ ഗൈസ്. ഞാനിതൊക്കെ ഫുൾ വെച്ചതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി. അകത്തിരിക്കുന്ന ഷെൽഫ് ഈ ഒരു സാധനം മീഷോന്ന് മുമ്പ് വാങ്ങിയതാണ്. അപ്പം അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചു. പിന്നെ ഇത് ബുദ്ധൻ, ക്യൂട്ട് ബുദ്ധ. ഇത് ഞാൻ മൂന്നാറിന്ന് കൊടുത്തതാണ്. എന്താണ് പിന്നെ പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് അഗാരോൻ്റെ ഹെയർ ഡ്രയറാണ്. ഹെയർ ഡ്രയർ അല്ല, ഹെയർ സ്റ്റൈലിംഗ് ടൂളാണ്. ഇത് വെച്ചിട്ട് നെർസിന് മുടി ഒന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ഞാനാണ് ഇത് വെച്ചിട്ട് ഹെയർ ഉണക്കി കൊടുക്കാറ്. എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇത് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇവർ തല നനച്ചു. ഞാൻ തല നനച്ചില്ല, ബുദ്ധിപരമായിട്ട് ഇവർ തല നനച്ചു. അപ്പോൾ ആകെ നനഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുൾ അവൾക്ക് ഉണക്കണ്ട പറഞ്ഞു. ഫ്രണ്ടിലത്തെ ഭാഗം മാത്രം ഉണക്കി കൊടുത്താൽ മതി പറഞ്ഞു, അല്ലെങ്കിൽ മുടി കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം ഒന്ന് ഉണക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് ഈ ഒരു സംഭവം എപ്പോഴും ഉപയോഗിക്കാറില്ല, പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണ്. വേഗം ഉണങ്ങുകയും ചെയ്യും, എന്നാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് മുടി കെടുക്കുകയും ചെയ്യും. ഇപ്പോൾ അവളെ മുടി ഞാൻ സ്റ്റൈലിഷ് ആക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ സ്റ്റൈലിഷ് ആക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിൻ്റേതായ രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് കേൾ ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് മുടി കെടുക്കും കേട്ടോ. ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ മുടി ഡ്രൈ ചെയ്യേണ്ടത്, ഓരോ സെക്ഷൻ എടുത്തിട്ടാണ്. പക്ഷെ അവൾക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു നനവ് ഒന്ന് കുറച്ച് കിട്ടിയാൽ മതി. അതാണ് ഞാൻ വേഗം ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് സെക്ഷൻ എടുത്ത് ഫസ്റ്റ് മേലിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് മാറ്റി വെച്ചിട്ട് അടിയിൽ നിന്ന് മാത്രം ഉണക്കി കൊടുക്കുക. ആ ഒരു രീതിയിൽ വേണം ശരിക്കും ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എപ്പോഴും നെർസ് നീലമാണ് ലേറ്റ് ആവാറ്. ഇന്നും അതുപോലെ ലേറ്റായി. 4 മണിയുടെ ഷോയ്ക്ക് 3:40 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഗുരുവായൂർ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് കറക്റ്റ് അവിടെ സമയത്ത് എത്തി കേട്ടോ. പിന്നെ മൂവിയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളവിടെ വാഫിൾ സ്ട്രീറ്റിൽ കയറി കേട്ടോ. ചാവക്കാടുള്ള ഗുരുവായൂരുള്ളത്. അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അതിനനുസരിച്ച് പാടുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ തിയേറ്ററിൽ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് എടുത്താൽ അത് ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാരണം അതൊരു ലീഡിങ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധനം ആഡ് ചെയ്തിട്ട് ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടു വന്നു. ഇപ്പോൾ ഒരു 8:45 ആയിട്ടുള്ള സമയം. നമ്മൾ 4 മണിയുടെ ഷോയ്ക്കായിരുന്നു പോയത്. എനിക്കങ്ങനെ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാനൊന്നും അറിയില്ല, എന്നാലും അങ്ങനെ ഞാൻ ഒരു പ്രതീക്ഷയിലാണ് പോയ പടമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളൊന്നും കാണാൻ എനിക്കിഷ്ടമില്ല സത്യം പറഞ്ഞാൽ. എനിക്കിങ്ങനെ എവർഗ്രീൻ പടങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം. കുറച്ച് എന്താ പറയുക, എൻ്റെ വായിൽ ഞാൻ പെരിഞ്ചീരി കിട്ടണം, എനിക്ക് ഛർദ്ദിക്കാൻ വരണുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കടിക്കണ സൗണ്ട് വെക്കും. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ എനിക്കത്ര താല്പര്യമില്ല. പിന്നെ എനിക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു മൂവി ടേസ്റ്റ് ഇല്ല സത്യം പറഞ്ഞാൽ. സീതാരാമം അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ കാണാൻ ഇഷ്ടമല്ലേ ആയിക്കൊന്നുമില്ല കേട്ടോ, കൊണ്ടുപോയാൽ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ലൂസിഫർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 3 വട്ടം കണ്ടിട്ടുണ്ട്. 2 വട്ടം തിയേറ്ററിൽ പോയിട്ടും വീട്ടിൽ നിന്നും ടി വിയിലും ഞാൻ കണ്ടിട്ടുള്ള പടമാണ് ലൂസിഫർ. എനിക്ക് അത്ര വലിയ താല്പര്യമായിട്ടൊന്നുമില്ല ലൂസിഫർ 1. ലൂസിഫർ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഞാൻ എമ്പുരാൻ ഇറങ്ങേണ്ടി പറഞ്ഞപ്പോൾ ഓക്കെ, അത്ര എനിക്ക് ഫീൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പോയി കണ്ട പടമായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് പടം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാട്ടോ, എനിക്കറിയില്ല. എനിക്ക് എന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിന് മുമ്പുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങോട്ട് അധികം ഭയങ്കരമായിട്ടെന്നല്ല, എന്നാലും ഒരു ഓക്കെ ഫീലായിരുന്നു ഇൻ്റർവെല്ലിന് മുമ്പുള്ളത്. ഇൻ്റർവെല്ലിന് ശേഷം സത്യം പറഞ്ഞാൽ ഭയങ്കര മാസമായിരുന്നു. മാസം എനിക്ക് പറയാറിയില്ല,
പക്ഷെ നമുക്കിങ്ങനെ ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനൊക്കെ വരുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. മൂവി വയലൻസ് ആണോ ചോദിച്ചാൽ മാർക്കോട് അത്ര വയലൻസ് ഒന്നും എന്തായാലും ഇല്ല. പക്ഷെ നോർമലായിട്ടുള്ള സാധാ ഒരു KGF-ലൊക്കെ കാണുന്ന പോലത്തെ ചെറുത് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള വെടിവെപ്പും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വയലൻസ് ആയിട്ടുള്ള ഒരു മൂവിയല്ല. പിന്നെ ഞാൻ അതിലെന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടെ ഞാൻ പറയണത്. പിന്നെ ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് ഇൻ്റർവെലിന് ശേഷമുള്ള പാർട്ടാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇൻ്റർവെലിന് മുമ്പുള്ളതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇത്രയ്ക്കാണ് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് തീരെ കത്തിയില്ല. താഴെ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതൊന്നും മനസ്സിലായില്ല. കാരണം എൻ്റെ കണ്ണിൻ്റെ പവർ കുറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കണ്ണട വെച്ചിട്ടും കുഞ്ഞിതായിട്ട് എഴുതി കാണിക്കുന്നത് എനിക്ക് ബ്ലറായിരുന്നു, എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് അത്ര ക്ലാരിഫിക്കേഷൻ കുറവായിരുന്നു. ബൈ എനിക്ക് ഇൻ്റർവെലിന് ശേഷം ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ പടം കാണുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ കാണണം. അതായത് ലൈറ്റ് അങ്ങോട്ട് ഓൺ ആകുമ്പോഴേക്കും എനിക്ക് ഓടരുത്, ഫുൾ ലാസ്റ്റ് വരെ കാണണം. ഓക്കെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി കൂടുതലായിട്ട് പറഞ്ഞ വല്ല പണി കിട്ടും. അപ്പോൾ എന്തായാലും എൻ്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. കൈ നല്ലപോലെ കടയുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എന്തായാലും ഞാൻ ലേസ് കഴിക്കുന്നില്ല, ഞാൻ അവർക്ക് കൊടുക്കാം. അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവും. നമുക്ക് പോയി കൊടുക്കാം കേട്ടോ. ലേസ് കഴിച്ചോ? നിനക്കാ അത് മയക്കിയാ ഉള്ളി അത് തിന്നാനാന്ന് വെച്ചിട്ട് എടുത്തോണ്ടോ? അല്ല, ഇതെന്താന്ന് ചോദിച്ചതാ. നീ വർത്താനം പറഞ്ഞു നല്ല ക്ലാരിറ്റിയിൽ കേട്ടു. ഹലോ, എന്തേലൊക്കെ ചോദിച്ചോ? എന്തൊട്ട്? അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്, 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.